അവർ മറന്നാലും മാറ്റി നിർത്തിയാലും നിന്നെക്കാൾ യോഗ്യരെന്ന് കണ്ട് നിൻ്റെ സ്ഥാനത്തെ റീപ്ലേസ് ചെയ്യുവാൻ നോക്കിയാലും അവരെയൊക്കെ സൈഡാക്കി എൻ്റെ ദൈവം നിന്നെ മുൻപിലേക്ക് കൊണ്ടുവരും. അതെ, ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസ് ഓഫ് ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിലും വാക്യത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട് ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഒരു ദൈവിക ഉദ്ദേശവുമായി ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ശമൂവേൽ എന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ. ഈ ഭാഗത്തിലെ പ്രതിപാദ്യ വിഷയം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സുപരിചിതമാണ്. ഒരു വലിയ വിശദീകരണത്തിലേക്ക് പോകുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നില്ല. നോക്കൂ, ഇശായിക്ക് 8 മക്കളുണ്ട്. 8 മക്കളിൽ 8ാമനാണ് ദാവീദ്. ഇശായിയുടെ 7 മക്കളെക്കാൾ, അല്ലെങ്കിൽ ഇശായിയുടെ 7 മക്കൾക്ക് ഒരിക്കലും ലഭിക്കാത്ത സ്ഥാനവും പരിഗണനയും വേദപുസ്തകത്തിൽ ദാവീദിന് ലഭിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം എന്താണ്? ദാവീദിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ കാനനമധ്യത്തിൽ ആടുകളെ മേയ്ക്കുന്നതിനൊപ്പം ദൈവത്തെ തനിക്ക് കഴിയും വിധത്തിൽ, അല്ലെങ്കിൽ തൻ്റെ കഴിവുകൾക്കപ്പുറമായി പാടി മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന ദാവീദിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തൻ്റെ സാഹചര്യം എന്താണ്? ആടുകളെ മേയിച്ച് കാനനത്തിലായിരിക്കുന്ന സാഹചര്യം. നോക്കൂ, അക്കാലത്തെ അട്ടിടയന്മാരുടെ ജീവിതം ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ അകന്ന് നല്ല ഫ്രീഡം അനുഭവിക്കുവാൻ കഴിയുന്ന, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മറ്റാരുടെ നിയന്ത്രണങ്ങളും സമ്മർദ്ദങ്ങളും ബന്ധനങ്ങളുമില്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായെന്ന് കരുതുന്നു, അങ്ങനെ ഒരു സമയമാണ്. എന്നാൽ ആ സമയം അങ്ങനെ ലഭിക്കാമായിരുന്ന സന്തോഷങ്ങളെ വേണ്ടാതെ എന്ന് വച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദാവീദിനെ, ദൈവത്തെ പാടുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദാവീദിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ക്വാളിറ്റി എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നതിന് മറ്റു പലരും അവസരം ലഭിച്ചപ്പോൾ ആരും അറിയുന്നില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പോയപ്പോൾ നിങ്ങൾ അങ്ങനെ പോയില്ല. നിങ്ങളുടെ കഴിവിനപ്പുറമായി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിന്നു. അവസരങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് പലതും വിട്ടുകളഞ്ഞ് പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരുന്നത് കൊണ്ട് നിന്നെക്കാൾ യോഗ്യന്മാരായ പലരെയും മാറ്റി നിർത്തി എൻ്റെ ദൈവം നിന്നെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. സഹോദരി, അതേ പ്രാർത്ഥിക്കുന്ന സഹോദരി, നിന്നെക്കാൾ കഴിവുള്ളവർ, പേര് വരുമ, പ്രശസ്തി, യോഗ്യത അധികം പറയുവാനുള്ളവർ അവിടെ ഉണ്ടെന്നിരിക്കട്ടെ, അവരെ മാറ്റി നിർത്തി അനുകൂലമായ സാഹചര്യം മുതലാക്കി ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന നിന്നെ എൻ്റെ ദൈവം മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. ഓ ഷബറിധലമാശേഖനെ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. അമേൻ. നിൻ്റെ യോഗ്യത അതാണ്. അമേൻ. നോക്കൂ, സഹോദരന്മാർ ശൗലിൻ്റെ മിലിറ്ററിയിലാണ്, പെരുമയുള്ളവരാണ്, പ്രശസ്തന്മാരാണ്. അപ്പനെപ്പോഴും ഓർമ്മ വരുന്നത് ഈ സഹോദരന്മാരെയാണ്. നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, നല്ല പദവിയുള്ളവർ, പൊസിഷനുള്ളവർ, അല്ലേ സഹോദരി? വീട്ടുകാർക്കൊക്കെ അവരെ മതി, അവരെല്ലാം തികഞ്ഞവരാണ്, എല്ലാ കഴിവുകളുള്ളവരാണ്. പക്ഷേ നീ മാത്രം അങ്ങനെ നല്ലതൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് സഹോദരി ആ വീട്ടിനകത്ത് നീ അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. എല്ലാവർക്കും പരിഹസിക്കാനും കുറ്റം പറയാനും കളിയാക്കാനും, അയ്യോ ഇങ്ങനെ ഒരുത്തി ഇവിടെ വന്നു, അല്ലേ? പക്ഷെ കേൾക്ക്, അവർ യോഗ്യരെന്ന് പറയുന്ന പലരെയും മാറ്റി നിർത്തിയും നിന്നെ എൻ്റെ ദൈവം മുൻപിലേക്ക് കൊണ്ടുവരുവാൻ പോവുകയാണ്. ആ ഭവനത്തിനകത്ത് ഉഷബറിധലമാശേഖനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. സഹോദരി, നിൻ്റെ ഭവനത്തെ, ആ ദേശത്തിലെ പല ഭവനങ്ങളെയും, പേര് വരുമ, പ്രശസ്തിയുള്ള പാരമ്പര്യം അനവധി നിരവധി പറയുവാനുള്ള പല ഭവനങ്ങളെയും മാറ്റി നിർത്തി നിൻ്റെ ഭവനത്തെ എൻ്റെ ദൈവം മുൻപിലേക്ക് കൊണ്ടുവരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആമേൻ.
കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്ന നിന്നെ ഒഴിവാക്കി ഒരു ദൈവിക പദ്ധതിയും ആ ദേശത്തിൽ നടക്കത്തില്ല. അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ, നിൻ്റെ സഭയിൽ, നിൻ്റെ ദേശത്തിൽ, നിൻ്റെ തെരുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ അത് നീ മുഖാന്തരമായിരിക്കും. ഉഷബറിതല. എത്ര പേർ വിശ്വാസത്തോടെ രാമൻ പറയും? അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നീ മുഖാന്തരം, നിന്നിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ നാമം നിൻ്റെ ദേശത്തിൽ മഹത്വപ്പെടുവാൻ പോകുന്നു. റാധൂറിയ. അമേൻ. ബാക്കി 7 പേരും പ്രബലന്മാരാണ്. ഇശായിക്ക് അവരെ വിളിച്ചു നിർത്തുവാൻ ഒരു മടിയുമില്ല. 7 പേരായപ്പോൾ ഇശായി ഒന്ന് സ്റ്റക്കായി. പന്തിക്കിരിക്കണം, അവിടെ ഒരു വിരുന്നൊരുങ്ങുകയാണ്, ഒപ്പം ഒരു രാജാവ് അഭിഷേകം ചെയ്യപ്പെടണം. 7 പേരായപ്പോൾ ഇശായി പറഞ്ഞു തീർന്നു, അപ്പോൾ ഇനി എൻ്റെ വീട്ടിലായിരിക്കത്തില്ല, അപ്പുറത്തെ വീട്ടിലായിരിക്കും. അപ്പുറത്തെ വീട്ടിലായാലും ഈ വീട്ടിനകത്തുള്ള ഒരുത്തനെ ഇശായി മറന്നുപോയി. ആമേൻ. പലരുടെയും സങ്കടം അതാണ്. എൻ്റെ അപ്പൻ എന്നെ മറക്കുന്നു, എൻ്റെ അമ്മ എന്നെ മറക്കുന്നു, എൻ്റെ സഹോദരങ്ങൾ എന്നെ മറക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ വേണ്ടപ്പെട്ടവർ, പലരും മറന്നുപോകുന്ന വേദനയിലായിരിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്ക്, ആര് മറന്നാലും എൻ്റെ ദൈവം നിന്നെ മറക്കത്തില്ല. പന്തിക്കിരിക്കണമെങ്കിൽ നീ വരണം. ഷബറിധലമാഷെക്കിനെ. അവിടെ കേട്ട വാക്തത്വങ്ങളുടെ നിവർത്തീകരണം ഉണ്ടാകണമെങ്കിൽ നിൻ്റെ മാതാപിതാക്കൾ വിചാരിക്കും അവരൊക്കെ വലിയ ഹൈ ലെവൽ ടീമായതുകൊണ്ട് അവരിലൂടെയാണ് വാക്തത്വം നിറവേറുവാൻ പോകുന്നത്. നിൻ്റെ ഭവനം വിചാരിക്കും, നിൻ്റെ ഭർത്താവ് വിചാരിക്കും, നിൻ്റെ ഭാര്യ വിചാരിക്കും, നിൻ്റെ പ്രിയപ്പെട്ടവർ വിചാരിക്കും നിന്നിലൂടെ ഒന്നും ഇല്ല, വേറെ ആരോ ഉണ്ട്, വേറെ ആരോ വരാനുണ്ട്. നോ, നിന്നിലൂടെ സഹോദരി, നിന്നിലൂടെ നിൻ്റെ ഭവനത്തിൻ്റെ സ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുന്നു. ഷബറിധലമാഷകന്. നിൻ്റെ ബിസിനസ്സിലൂടെ, നിൻ്റെ തൊഴിലിലൂടെ, നിൻ്റെ ശുശ്രൂഷയിലൂടെ നിൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥയെ, നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെ, 4 പേരുടെ മുമ്പിൽ നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുന്നു. നോക്കൂ, ഷായി അതുവരെ ആറ്റഡേ എൻ്റെ ഫാമിലിയാണ്. ആമേൻ. അവിടെ നിന്ന് രാജാവ്. ഓ ഷബറിധലമാഷകനെ. നിന്നിലൂടെ നിൻ്റെ കുടുംബം ഇന്നുവരെ എത്തിയിട്ടില്ലാത്ത നിലവാരങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നു. മാതാവേ, നിൻ്റെ മക്കളിലൂടെ നിൻ്റെ കുടുംബം ഇന്നുവരെ എത്തിയിട്ടില്ലാത്ത നിലവാരങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഷബറിധലമാഷകനെ. മക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നുവരെ എത്തുവാൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് നിങ്ങളിലൂടെ എൻ്റെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തുവാൻ പോകുന്നു. ഷബറിധലമാഷകനെ. ഇശായിയുടെ ഭവനത്തിൽ നിന്ന് ഇശായി മറന്ന ദാവീദിനെ രാജാവാക്കി ദൈവത്തിൻ്റെ ഒരു ഭയങ്കരമായ പ്രവൃത്തി. ആമേൻ. പലരും മറന്ന നിന്നെ, ആ ജോലി സ്ഥലത്ത് പലരും നിന്നെ മറന്നു, നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല, നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന്. പക്ഷേ നിന്നിലൂടെ തന്നെ ഷേഖനെ. റെഡിയാണോ സഹോദരി? പലരും നിന്നെ മറന്നു. അവൻ നിന്നെ കൊണ്ടൊന്നും രോഗിയായി, ആരോഗ്യം പോയി, നഷ്ടപ്പെട്ടു. ഇല്ല, പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ തന്നെ, കരയുന്ന നിന്നിലൂടെ, ഉപവസിക്കുന്ന നിന്നിലൂടെ എൻ്റെ ദൈവം റാഥാലമാഷേഖനെ. മക്കൾ, അയ്യോ പാസ്റ്റർ, അവരുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ല, അവരിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നോ, അവരിലൂടെ, നിൻ്റെ മക്കളിലൂടെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് ഒപ്പമുള്ളവർ പറയുന്ന നിൻ്റെ മക്കളിലൂടെ അടുത്തൊരു നിലവാരത്തിലേക്ക് എൻ്റെ ദൈവം നിൻ്റെ ഭവനത്തെ ഉയർത്തുവാൻ പോകുന്നു. ചിലരൊക്കെ സൈഡാക്കി നിൻ്റെ തലമുറകളെ എൻ്റെ കർത്താവ് മുൻപന്തിയിലേക്ക്, മുഖ്യധാരയിലേക്ക്, ആ ദേശത്തിലെ ചർച്ചയാക്കി, നിങ്ങളുടെ കുടുംബത്തിലെ ചർച്ചയാക്കി. ഷറിധലമാഷകന്. ആമേൻ. എന്ത് സ്ഥാപനം എന്ന് പോലും അറിയാത്ത നിൻ്റെ ആ സ്ഥാപനത്തെ ആ ദേശത്തിലെ മുഖ്യധാരയിലേക്ക് എൻ്റെ ദൈവം കൊണ്ടുവരുവാൻ പോവുകയാണ്. നിൻ്റെ സഭയെ ആ ദേശത്തിൻ്റെ പേരാക്കി എൻ്റെ ദൈവം മാറ്റുവാൻ പോവുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? അവിധത്തിൽ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു? പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് ആ ഒരു ചേഞ്ച്, യോഗ്യന്മാരെ സൈഡാക്കി നിങ്ങൾ മുന്നിലേക്ക് വരുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചേർന്ന് ഉപവസിക്കുവാൻ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇത് മാത്രമായ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്റ്റ് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര.
യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന വചന പരമ്പരയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. വൈകുന്നേരം 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ജോയിൻ ചെയ്യുക. വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളാണ്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ സഭാരാധന 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകരയ്ക്ക് കാട്ടാക്കടയ്ക്കും ഇടയ്ക്ക് കൊറ്റമ്പള്ളിക്ക് സമീപം നമ്മുടെ രണ്ടാമത്തെ ഒരു സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏറിയ പ്രതിഫലം ദൈവത്താൽ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കടന്നു വരിക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇപ്പോൾ മുതൽ ഇവരോട് കൂടിയിരിക്കണമേ. ഇവരിലെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, വേഗത്തോടുന്ന വചനം അയച്ച് സ്വർഗ്ഗമങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗങ്ങളും അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഇനി വേണ്ട, ജീവിക്കണ്ട എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ, പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളെ സ്ട്രെസ്സിൽപ്പെട്ടായിരിക്കുന്നവർ പുറത്തു വരട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ എത്തേണ്ട സ്ഥാനത്ത് യേശുവേ, യോഗ്യതയുണ്ടെന്ന് പറയുന്നവർ പലരും മത്സരിക്കുമ്പോൾ പരാജയപ്പെട്ട ഇന്നലകളിൽ കർത്താവെ, തകർന്ന സ്ഥാനങ്ങളിൽ നിന്ന് ജയത്തിലേക്ക് ഇവരെ സ്വർഗമങ്ങ് പിടിച്ച് നടത്തണമേ കർത്താവെ. ലോകം യോഗ്യരെന്ന് പറയുന്നവരെ മാറ്റി നിർത്തി ആ സ്ഥാപനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പൊസിഷനുകളിലേക്ക് ഇവരെ കൊണ്ടുവന്ന് എത്തിക്കണമേ. ഷബറിദലമാക്ഷകനെ ഇവർ വർദ്ധിച്ചു വരട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിലിടത്തിൽ എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല മാനുഷിക പൈശാചിക വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. മനോഹരമായ ഭവനങ്ങൾ നൽകി മാനിക്കണമേ. ഭവനങ്ങൾക്ക് വിരോധമായുള്ള പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ. പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നന്മയുടെ വഴികളെ വാതിലുകളെ അടച്ച് ഒരു അസ്ഥിത്താഴ്വരയുടെ അനുഭവത്തിൽ ഭവനത്തെ ആക്കി വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗ്ഗമങ്ങ് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പണികൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തെ കെട്ടി അവരുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തി വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിയട്ടെ. കാനനത്തിൽ അലയുമാറാക്കി എല്ലാ പാരമ്പര്യ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. അലഞ്ഞു തിരിയുന്ന തലമുറകളെ തിരികെ വരുത്തി വാക്തത്വത്തിൽ ഉറപ്പിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ കാലഘട്ടത്തിൽ തലമുറകളിൽ വെളിപ്പെടുന്ന അനുസരണക്കേടിൻ്റെ ആ ദുരാത്മാവ് വിട്ടുമാറട്ടെ. എല്ലാ പൈശാചികമായ വ്യാപാരങ്ങളും മദ്യപാനം, മയക്കുമരുന്ന്, ലഹരിയുടെ ഉപയോഗങ്ങൾ കുടുംബങ്ങൾക്കകത്തും തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. തലമുറകൾ നല്ല റിസൾട്ട് നൽകി മാനിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ബിസിനസ്സുകൾ നടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങൾ ആയി ഇവരുടെ സ്ഥാപനങ്ങൾ മാറട്ടെ. സംരംഭകരായി ഇവർ മാറട്ടെ. അതിനുവേണ്ട നന്മകൾ ഇവരുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ശൂന്യമായ കരങ്ങളോടെ ആയിരിക്കുന്നവർ വഴികളെ തുറക്കണമേ. എല്ലാ ബാധ്യതകളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ. പുതുവഴികൾ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ. അങ്ങ് ഇവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കണമേ. ഇവരുടെ പൊസിഷൻ ചേഞ്ച് ആകട്ടെ. ഇവരുടെ സ്ഥാനങ്ങൾ ചേഞ്ച് ആകട്ടെ. ഓ ഷബറിദലമാ ഷെഖനെ അവസരങ്ങൾ ഉണ്ടാകട്ടെ. സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്. നാളെ പകലിൽ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും
കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.